ഹായ് ഹലോ നമസ്കാരം. മരണമാസ് ഒരുപാട് വൈകിപ്പോയി സിനിമ കാണാനായിട്ട്. മിക്സർ റിവ്യൂസ് ഉണ്ടായിരുന്നു. സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു, രസമുള്ള സിനിമയാണ്. ഒരു ബ്ലാക്ക് ഹ്യൂമർ കോമഡി എന്നൊക്കെ പറയാം. ഇതൊരു ബ്ലാക്ക് ഹ്യൂമർ എന്ന് എനിക്ക് ഇതൊരു സ്പൂഫാണ് ഈ സിനിമ. സിനിമയിലെ ഡയറക്ടറായിട്ടുള്ള ശ്യാം പ്രസാദ് പുള്ളിക്കാരൻ തന്നെയാണ് ഇതിൻ്റെ റൈറ്റർ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചമൻ ചാക്കോ ഇതിൻ്റെ മികച്ച ഒരു എഡിറ്ററാണ്. 2018 അടക്കമുള്ള മികച്ച സിനിമകൾ RDX കള അടക്കമുള്ള സിനിമയുടെ എഡിറ്ററാണ് ചമൻ ചാക്കോ. JKയുടെ നൈസായിട്ടുള്ള BGMൻ്റെ ആവശ്യം ഇതിലില്ല. BGM വേറൊന്നുമല്ല, ഇതൊരു ബ്ലാക്ക് ഹ്യൂമർ പരിപാടിയാണല്ലോ. ഇതിൽ പെർഫോമൻസ് മതി. ഞാൻ ഈ സിനിമ തുടങ്ങിയ മുതലേക്ക് തന്നെ ഇത് മീഡിയാസിനുള്ള കൊട്ടാന്ന് മനസ്സിലാക്കി. പ്രിയപ്പെട്ട ഉമേഷ് രാധാകൃഷ്ണൻ ഇതിലൊരു ഒരു സീൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു സൈക്കോളജിസ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ ആ ഒരു പരിപാടി മാനറിസങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഒരു 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 ട്രാക്ക് ഓൺ ഒരു കോമഡി സ്പൂഫാന്ന് മനസ്സിലായി. പക്ഷേ ബേസിൽ ജോസഫ് ഈ പരിപാടി ചെയ്യുമ്പോൾ ഇതിപ്പോൾ സൂക്ഷ്മദർശി എന്നുള്ള സിനിമയിൽ പുള്ളിക്കാരൻ പിടിച്ചിട്ടൊരു ക്യാരക്ടറൈസേഷൻ മികച്ച സിനിമയാണ്. പുള്ളിക്കാരൻ പിടിച്ചിട്ടൊരു ക്യാരക്ടറൈസേഷൻ ഏകദേശം എനിക്കൊന്നു ജയ് 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 ഹേ എന്നുള്ള സിനിമയിലത്തെ ആ ഒരു പരിപാടി ഇതൊരു ക്യാരക്ടറൈസേഷൻ മാറ്റമൊന്നുമില്ല. പിന്നെ പൊന്മാൻ നോട്ടെ പൊന്മാൻ ഓക്കെ, ഈ പൊന്മാനിലാണ് പിന്നെ ബേസിൽ കുറച്ചുകൂടി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടറായിട്ട് മാറിയിട്ടുള്ളത്. ഒരു അപ്കമിങ് പോപ്പുലർ സ്റ്റാർ എന്ന രീതിയിൽ മാറിയിട്ടുള്ളത് ടോനോ തോമസ്, റാഹേൽ ഫിലിംസ്, വേൾഡ് വൈഡ് ഫിലിംസൊക്കെ ഇതിൻ്റെ പ്രൊഡക്ഷൻസാണ്. നന്നായിട്ട് തന്നെ ഒരു പണി എടുത്തിട്ടുണ്ട്. പൈസ മുടക്കി 8 കോടി 7.5 കോടി 8 കോടി ബഡ്ജറ്റിൽ സിനിമയാണ്. പക്ഷേ പോരാ, ഇത് റിട്ടേൺസ് കിട്ടും. കാരണം നല്ല പടമാടോ, എന്താ പടം തുടങ്ങിയ മുതലേക്ക് തന്നെ തിയേറ്ററിൽ ഭയങ്കരമായിട്ടുള്ള ഞാൻ ഹൗസ്ഫുള്ളായിട്ടാണ് ഈ സിനിമ കണ്ടത്. പടം ഇറങ്ങിയിട്ട് കുറച്ചായെങ്കിൽ പോലും ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ പടം ഹൗസ്ഫുള്ളായിരുന്നു. എന്താണ് വരും പടം കാണാനായിട്ട്. പക്ക ബ്ലാക്ക് ഹ്യൂമർ വിത്ത് കോമഡി സിനിമയാണ് മരണമാസം പറയപ്പെടുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫാമിലി കോമഡി മൂവിയാണ്. ഇതിൽ പ്രത്യേകിച്ചൊരു വയലൻസോ ഒരു അഡോൾട്ട് പരിപാടി ആ പരിപാടികളൊന്നുമില്ല. നൈസായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു സീരിയൽ കില്ലറാണ്. സീരിയൽ കില്ലർ ഇത് കുറച്ച് കൊലപാതകങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഫോളോ അപ്പായിട്ട് പോകുന്നൊരു പരിപാടി. അതിൽ അലക്സാണ്ടർ നമ്മുടെ പുള്ളിക്കാരൻ ടൈഗർ ബാമൊക്കെ പിടിച്ച് പോകുന്ന ടൈഗർ ഈ പരിപാടി രസമാണ്. ഈ പരിപാടി കാണാനായിട്ട് അലക്സാണ്ടർ എന്നുള്ള ഒരു ക്യാരക്ടർ രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ ആക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസുകാരനായിട്ട് ബാബു ആൻ്റണി RDX മദനോത്സവം മുതലുള്ള സിനിമകൾ മലയാളത്തിൽ ഗംഭീരമായിട്ട് ചെയ്യുന്നൊരു ആക്ടറാണ്. വേറെ സിനിമകളെല്ലാം എന്നല്ല, പക്ഷേ റീസെൻ്റായിട്ട് ഒരുപാട് മലയാള സിനിമകളിൽ നന്നായിട്ട് പുള്ളിക്കാരൻ പെർഫോം ചെയ്തെടുക്കുന്നുണ്ട്. രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജാതകം എന്നുള്ള സിനിമയിൽ പുള്ളിക്കാരൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, രസമായി ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം തന്നെ ഗംഭീരമായിട്ട്, കാരണം പുള്ളിക്കാരനെ അറിയാമല്ലോ, ബാബുവാനേക്ക് അറിയാം, നമുക്കറിയാം പുള്ളിക്കാരൻ കോമഡി അതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ചിന്തിച്ചറിയാം. പക്ഷേ അതൊക്കെ പരിമിതികൾ മാറ്റിക്കൊണ്ട് പുള്ളിക്കാരൻ ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സിനിമ നമ്മൾ ഒരു ഡയലോഗ്സുകൾ പുള്ളിക്കാരൻ്റെ ഡയലോഗ്സുകൾ കേട്ടാൽ ചില ഡയലോഗ്സ് നമുക്ക് ചിരി വരും. പുള്ളിക്കാരൻ്റെ ചിരിയല്ല, പുള്ളിക്കാരൻ ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് ചിരി വരും. അപ്പോൾ ആ ഒരു രസമായിട്ട് തന്നെ ബേസിൽ ജോസഫ് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു കില്ലറിനെ തേടിയിട്ടുള്ള ഒരു ജേണിയാണ്. ആ ജേണി ഒരു ട്രിപ്പിംഗ് ആണ്. ഈ പരിപാടി ട്രിപ്പിംഗ് മൂഡാണ്. രസമായിട്ട് തന്നെ ബേസിൽ ജോസഫ് ഇത് ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട്. സിജു എന്നുള്ളൊരു ക്യാരക്ടർ, സിജു വിൽസൺ തോന്നുന്നു, സിജു വിൽസൺ നമ്മുടെ വാഴയിലേക്കുള്ളൊരു പയ്യൻ. പുള്ളിക്കാരൻ രസമാണ്, പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സീനുകളിലൊക്കെ ഒരു ഇൻ്റർവെല്ലിന് അടുക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുന്നുണ്ട്. ഒരു കോമഡി ആയിട്ടുള്ള സ്പൂഫിംഗ് ആയിട്ട് പോകുന്നൊരു പരിപാടി. സ്പൂഫായിട്ടുള്ള പടമല്ലേ. സാധാരണ എനിക്ക് പ്രത്യേകിച്ച് ഈ കോമഡി അധികം ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് രസമായിട്ട് ഈ സ്പൂഫാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിരിച്ചു പോകുന്നില്ലേ. സ്പൂഫ് ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സ്പൂഫ് ഫിലിമുകൾ ഒരുപാട് ചിത്രങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല മലയാള സിനിമയിലൊക്കെ അട്ടർ ഫ്ലോപ്പാണ്. ഇനി സ്പൂഫായിട്ട് ഇറങ്ങിയ സിനിമകൾ തന്നെ ഇപ്പോൾ 2ാം ഭാഗവും കഴിഞ്ഞു, അത് ഹിറ്റടിച്ച്. ഫസ്റ്റ് പാർട്ട് ഫ്ലോപ്പായി, സിനിമയും പറയുന്നില്ല. ഇപ്പോൾ 3rd പാർട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ ചർച്ചകളിലും അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നടക്കാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്പൂഫ് സിനിമകൾ വിജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മലയാള സിനിമയിൽ. ഇത് സ്പൂഫാണെന്ന് ആളുകൾക്ക് മനസ്സിലാവണ്ടേ, ഒരു ബ്ലാക്ക് ഹ്യൂമറാണെന്ന് മനസ്സിലാവണ്ടേ. ആളുകൾ സിനിമ കണ്ട് പോകുന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഈ പരിപാടികളൊക്കെ ഈ രസമായിട്ട് തന്നെ ആ സിനിമയിൽ വർക്കായിട്ടുണ്ട്. ഒരു സീരിയൽ കില്ലർ തന്നെ തേടിയിട്ടുള്ള ഒരു ജേണി, ആ ജേണിക്കകത്ത് പെട്ടുപോകുന്ന ഒരു ക്യാരക്ടർ, ഒരു ലുക്ക് എന്നുള്ള ക്യാരക്ടറാണ് ബേസിൽ ചെയ്യുന്നത്. അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പെയറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കട്ടയ്ക്ക് തന്നെ നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയൊരു ഹോപ്പൊന്നും ഇല്ലെങ്കിൽ പോലും രസമായിട്ട് തന്നെ ആ ഒരു പെയർ നിന്നിട്ടുണ്ട്, ഒരു ആക്ട്രസ് നിന്നിട്ടുണ്ട്.
ഒപ്പം തന്നെ ചമ്മൻ ചാക്കോയുടെ എഡിറ്റിങ് 2018 അടക്കമുള്ള അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒരു എഡിറ്ററാണ്. അനാവശ്യമായിട്ടുള്ള സീനുകൾ ഒന്ന് രണ്ടെണ്ണം എനിക്ക് പറയാനുണ്ട്. കാരണം ഈ ഇൻ്റർവൽ സീനിലൊക്കെ ഭയങ്കര മോശമാണ്. കാരണം ഗംഭീരമായിട്ട് പോകുന്നൊരു സിനിമ, ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ്, അതിനിടയ്ക്ക് ഒരുപാട് ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അത് പറയണം, അത് പറയേണ്ട കാര്യമാണ്. പക്ഷെ അത് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു 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 ഇല്ലെങ്കിൽ അത് ആ ഫ്ലാഷ് ബാക്കിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ സോങ് ഉണ്ട്, ആ സോങ്ങിൻ്റെ ഒന്നും ആവശ്യം സിനിമയിലില്ല. ആ പടത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു സ്ട്രാറ്റജി മാറിപ്പോവും. അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഞാൻ പറഞ്ഞത് മാത്രം. പക്ഷേ ഞാൻ നെഗറ്റീവ് അല്ല പറയുന്നത്. പക്ഷേ ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ ആ സമയത്തുള്ള ആ ഒരു പരിപാടി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം വീണ്ടും ഈ സിനിമ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സുരേഷ് കൃഷ്ണ ചീറ്റിംഗ് സ്റ്റാർ പുള്ളിക്കാരൻ ഈ സിനിമയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയുടെ പരിപാടി നമുക്കറിയാം, കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് നവമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആക്ടറാണ്. ഇൻ്റർവെല്ലിന് ശേഷം, ഇൻ്റർവെല്ല് വരെ പുള്ളിക്കാരൻ ഓക്കെ ക്യാരക്ടറാണ്. പക്ഷേ അതിനുശേഷം ബേസിൽ ജോസഫ് നൈസായിട്ടൊന്ന് മാറി നിന്ന് അതിനുശേഷം സുരേഷ് കൃഷ്ണ സ്കോർ ചെയ്യാണ്. സുരേഷ് കൃഷ്ണയുടെ ഓരോ കൗണ്ടറിനും കയ്യടിയാണ്. തിയേറ്ററിൽ ഗംഭീരമായിട്ടുള്ള കയ്യടി, ബഹളം, ഭയങ്കരമായിട്ടുള്ള കയ്യടി കാര്യങ്ങളൊക്കെ സുരേഷ് കൃഷ്ണയ്ക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആക്ടേഴ്സും, ഇത്ര ജിയോമോനെ പോലുള്ള ആക്ടേഴ്സൊക്കെ, വാഴയിലൊക്കെ ചെയ്തിട്ടുള്ള ജിയോമോൻ നമുക്കറിയാം, സെമിത്തേരിയുള്ള കോമഡിയൊക്കെ ഇതിലുണ്ട്. ക്രിഞ്ചാവെന്ന് വിചാരിച്ചു, പക്ഷേ രസമായിട്ടാണ് ജിയോമോനൊക്കെ ചെയ്തിട്ടുള്ളത്. എന്ത് രസമാണ് കാണാൻ. തിയേറ്ററിലൊക്കെ ഗംഭീരമായിട്ടുള്ള ചിരി ഉയർത്തിയിട്ട ഒരു ക്യാരക്ടറാണ് ജിയോമോൻ്റെ പരിപാടിയൊക്കെ. അതിൻ്റെ ക്ലൈമാക്സ് അടക്കം. ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൻ്റെ രാജേഷ് മാധവൻ എന്നുള്ള ഒരു ആക്ടർ നമുക്കറിയാം. ഒരുപാട് സിനിമയിൽ കോമഡി ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. ഇപ്പോൾ ഇന്നാ താൻ കേസ് കൂട് നമുക്കറിയാലോ, മറ്റേ ഓട്ടോക്കാരൻ ചേട്ടൻ, ആ പരിപാടി, അങ്ങനത്തെ ഒരു ആക്ടറാണ്. ആ ഒരു ആക്ടറാണ് നമുക്കറിയാം, ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലൊക്കെ. പക്ഷേ ഈ സിനിമയിൽ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അങ്ങേരുടെ ആ ഒരു പുള്ളിക്കാരൻ തന്നെയാണ് സീരിയൽ കില്ലർ. അത് ഓൾറെഡി ആദ്യം മുതലേ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇൻട്രോ പുള്ളിക്കാരനാണ്, ഇതിൻ്റെ എൻഡിങ്ങും പുള്ളിക്കാരനാണ്. അതുകൊണ്ട് റീസണൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ആയി പോകും. അത് നിങ്ങൾ സിനിമ കണ്ട് ടൈറ്റിൽ എൻഡിന് ശേഷം വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക, അത് കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ മതി സിനിമ കാണുവാണെങ്കിൽ. രാകേഷ് മാധവനൊക്കെ ഗംഭീര ആക്ടറാട്ടോ. പുള്ളിക്കാരൻ ഒരുപാട് സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് അറിഞ്ഞത്. ഗംഭീരമായിട്ടുള്ള ആക്ടറാണ്. പലപ്പോഴും പല സീനുകളിലൊക്കെ ബേസിക്കിനൊക്കെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് പുള്ളിക്കാരൻ സ്കോർ ചെയ്തിട്ടുണ്ട്. രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ സ്കോറൊക്കെ കാര്യങ്ങളൊക്കെ. എന്ത് പെർഫോമൻസാണെന്ന് അറിയോ, എനിക്ക് നല്ല ഇഷ്ടമായി. രാജേഷ് മാധവനൊക്കെ എന്ത് പെർഫോമൻസാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഹി വിൽ ബിക്കം എ ബ്രില്യൻ്റ് ആക്ടർ. അങ്ങനത്തെ ആളുകൾ വരണ്ടേ, ഒരുപാട് അപ്കമിങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഇനിയും വരണം സിനിമയിലൊക്കെ. ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, രസമായിട്ട് ഈ പരിപാടി പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു ബസ്സിൽ ജേണിയൊക്കെ ആസ്വദിക്കുന്നുണ്ട് ആളുകൾ. ഒരു പ്രിജഡ്ജിങ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്. പക്ഷേ എങ്കിലും ആളുകൾക്ക് എൻജോയ് ചെയ്തിട്ടൊരു 2.5 മണിക്കൂറിനുള്ളിൽ ഈ സിനിമ രസമായിട്ട് കാണാൻ സാധിക്കും. പക്ക സ്പൂഫിംഗ് ആണ്. നവമാധ്യമങ്ങൾ, ദൃഢമാധ്യമങ്ങൾ അല്ലേ, ദൃശ്യമാധ്യമങ്ങൾ എല്ലാത്തെയും നൈസായിട്ട് സ്പൂഫ് ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറൈസേഷനെയും സ്പൂഫ് ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ അടക്കയുടെ ക്യാരക്ടറൊക്കെ രസമായിരുന്നു. എല്ലാവരും ഒരു പക്ക ഒരു കോമഡി, പക്ക ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ സിനിമ മസ്റ്റായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ ജസ്റ്റ് ഒന്ന് കണ്ടുവരാവുന്ന ഒരു മികച്ചൊരു സിനിമയാണ് നമ്മുടെ മരണമാസ്. ആ സ്റ്റോറി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കിടക്കുന്നില്ല. കുറച്ച് നേരമുള്ള സിനിമയല്ലേ, പ്രത്യേകിച്ചൊരു എലമെൻസൊന്നും അതിൽ എടുത്തു പറയാനില്ല. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പറഞ്ഞേനെ. കാരണം അത് ഭയങ്കര സിനിമയാണ്, രസമുള്ള സിനിമയാണ്. എത്ര പേർക്ക് ഇത് ഇഷ്ടമാവുമെന്ന് അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു ജോണർ വളരെ റയർ ആയിട്ടുള്ള ജോണറാണ്. കോമഡി പരിപാടി ബുദ്ധിമുട്ടല്ലേ. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ടൊവിനൊക്കെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ പറയുന്നില്ല, ഒരു മിനിറ്റ് പരിപാടി അത്രയൊക്കെ ഉള്ളൂ. ടൊവിനോ സിനിമയിലുണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള പരിപാടികൾ കുറച്ചുണ്ട്. അപ്പോൾ ഈ സിനിമ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് വാച്ചബിൾ ആയിട്ടുള്ള രസമുള്ള അടിപൊളി കോമഡി സ്പൂഫിംഗ് ബ്ലാക്ക് ഹ്യൂമർ സിനിമയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കാം, രസമാണ്. ഒരിക്കലും നിങ്ങൾക്ക് ക്യാഷ് നഷ്ടമാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.